അങ്ങനെ നമ്മൾ മേട്ടുപ്പാളയം റെയിൽവേ സ്റ്റേഷനിലെത്തി. 7:10 ട്രെയിൻ പുറപ്പെടാറായി. പ്രതീക്ഷിച്ചതിൽ വൈകിയാണ് എത്താൻ കഴിഞ്ഞത്. ആ കാണുന്നതാണ് കോയമ്പത്തൂരിൽ നിന്നും മേട്ടുപ്പാളയത്തേക്ക് സർവീസ് നടത്തുന്ന ട്രെയിൻ. ഇത് പുലർച്ചെ 5:30 കോയമ്പത്തൂരിൽ നിന്നും യാത്ര പുറപ്പെട്ട് 6:45 മേട്ടുപ്പാളയത്ത് എത്തിച്ചേരും. ഏഴ് മണിക്ക് മുമ്പെങ്കിലും മേട്ടുപ്പാളയത്ത് എത്തണമെന്ന് കരുതിയിട്ടാണ് പാലക്കാട്ട് നിന്ന് യാത്ര തുടങ്ങിയത്. പക്ഷേ വാളയാറിനപ്പുറം ചാവടി എന്ന് പറയുന്ന സ്ഥലത്തിനടുത്ത് വെച്ചിട്ടുള്ള ഒരു ട്രാഫിക് ബ്ലോക്കിൽ പെട്ടുപോയി. അങ്ങനെ 1 മണിക്കൂറോളം വൈകിയാണ് കോയമ്പത്തൂർ എത്തിയത്. അവിടെ നിന്ന് മേട്ടുപ്പാളയത്തേക്ക് കൃത്യമായിട്ട് 7:05 ആകുമ്പോഴാണ് മേട്ടുപ്പാളയത്ത് എത്തുന്നതും പിന്നീട് റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നത് ജസ്റ്റ് ഇൻ ടൈമാണ്. 7:10 അതുകൊണ്ട് തന്നെ ഈ സ്റ്റീം എഞ്ചിന്റെ കൂടുതൽ ഡീറ്റെയിൽസ്, വിഷ്വൽസ് മേട്ടുപ്പാളയത്ത് വെച്ച് ഷൂട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നതാണ്. അത് നടന്നില്ല. ട്രെയിനിൽ ഒരുവിധം കയറി പറ്റി. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഞാനിരുന്ന സാധാരണ കോച്ചിലാണ്. 295 രൂപയാണ് ഇതിൽ സീറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി വരുന്ന ചിലവ്. പിന്നീട് കൺവീനിയൻസ് ഫീസും ഉണ്ട്. 2 മാസങ്ങൾക്ക് മുമ്പാണ്, കൃത്യമായി പറഞ്ഞാൽ 2 മാസവും ഏകദേശം 20 ദിവസം മുമ്പാണ് ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തത്. ഇതിനു മുമ്പും ഇതുപോലെ ഒന്ന് ബുക്ക് ചെയ്തിരുന്നതാണ്. പക്ഷെ തലേ ദിവസം ഇവിടെ മഴയും കാറ്റും കാരണം കല്ലും മണ്ണൊക്കെ ട്രാക്കിലേക്ക് വീണെന്ന് പറഞ്ഞിട്ട് ടിക്കറ്റ് ക്യാൻസലായി. അന്ന് ഭയങ്കര നിരാശയായിരുന്നു. പിന്നീട് ബുക്ക് ചെയ്തതാണ്, അങ്ങനെ കിട്ടിയതാണ് ഈ ടിക്കറ്റ്. ബുക്കിങ്ങിന്റെ കാത്തിരിപ്പ് കുറച്ച് കൂടുതലാണ്, കാരണം ഒരു ട്രെയിൻ മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു ട്രെയിൻ കൂടി അനുവദിച്ചിട്ടുണ്ട്, ഉത്സവകാല ട്രെയിൻ എന്ന് പറഞ്ഞിട്ട് ഒരു ട്രെയിൻ കൂടി ഉണ്ട്. എന്തായാലും ട്രെയിനിൽ കയറി പറ്റി. യുനെസ്കോയുടെ പൈതൃക പട്ടികയിലുള്ള ഒരു ട്രെയിനിൽ, അതും സ്റ്റീം എഞ്ചിനുള്ള ഒരു ട്രെയിനിൽ കയറി പറ്റാൻ കഴിഞ്ഞതിൽ തന്നെ വലിയ ഭാഗ്യം എന്ന് വിചാരിക്കുന്നു. എന്തായാലും സൈഡ് വിൻഡോ ആണ് കിട്ടിയിരിക്കുന്നത്, റൈറ്റ് സൈഡിലുള്ള വിൻഡോ ആണ് കിട്ടിയിരിക്കുന്നത്. അതും ഷൂട്ട് ചെയ്യാൻ കുറച്ചൊക്കെ ഹെൽപ്ഫുള്ളായിട്ട് കിട്ടിയതിന് ദൈവത്തോട് നന്ദി പറയുന്നു. അങ്ങനെ ട്രെയിൻ യാത്ര തുടരുകയാണ്. ആദ്യത്തെ സ്റ്റേഷൻ എത്താറായി. മേട്ടുപ്പാളയത്ത് നിന്ന് ആദ്യത്തെ സ്റ്റേഷൻ കല്ലാറാണ്. നമുക്ക് വെയിറ്റ് ചെയ്യാം. കല്ലാർ സ്റ്റേഷനിൽ എത്തുന്നത് കാത്തിരിക്കാം. ആദ്യത്തെ സ്റ്റേഷനിൽ എത്തിച്ചേർന്നു, കല്ലാർ. ഈ കല്ലാർ സ്റ്റേഷൻ ഒരു പ്രത്യേകതയുണ്ട്. ഊട്ടി മൗണ്ടൻ റെയിൽവേയിൽ ബൈറ്റിംഗ് ടീത്ത് റാക്ക് ആൻഡ് പീനിയൻ സിസ്റ്റം ആരംഭിക്കുന്നത് ഈ കല്ലാർ സ്റ്റേഷൻ മുതലാണ്. 19.50 കിലോമീറ്ററാണ് റാക്ക് ആൻഡ് പീനിയൻ സിസ്റ്റത്തിന്റെ ദൈർഘ്യം. ചെങ്കുത്തായ കയറ്റമുള്ളത് കൊണ്ടാണ് അന്ന് ബ്രിട്ടീഷുകാർ ഈ സിസ്റ്റം ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്തത്. ഇതൊക്കെ തന്നെയാണ്, ഈ പ്രത്യേകതകളൊക്കെ തന്നെയാണ് ഈ ഒരു റെയിൽവേ യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം പിടിക്കാൻ കാരണമായിട്ടുള്ളത്. ബൈറ്റിംഗ് ടീത്ത് റാക്ക് ആൻഡ് പീനിയൻ സിസ്റ്റത്തെ കുറിച്ച് നമുക്ക് പിന്നീട് സംസാരിക്കാം. ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന മലയാളികളല്ലാത്ത ആൾക്കാർക്ക് വേണ്ടി നമുക്ക് ഈ വീഡിയോയുടെ കുറച്ച് ഡീറ്റെയിൽസ് പങ്കുവയ്ക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമുക്കത് തുടങ്ങാം. നീൽഗിരി മൗണ്ടൻ റെയിൽവേ ബിൽറ്റ് ബിറ്റ്വീൻ 1891 and 1899 was opened for traffic on 15th June 1899. It connects Mettupalayam with Udagamandalam, that is Ooty, via Konoor, passing through Kallar, Adderley, Runnymede, Wellington, Aravangavu, Katy and Lovedale stations. It is a UNESCO recognized heritage site.
managed by Salem Division, Southern Railway, powered by steam locomotive between Mettupalayam and Konoor, using the unique alternate biting teeth rack and pinion system to climb the steepest gradient in Asia, with gradient of 1 in 12, and by diesel locomotives between Konoor and Ooty. The journey take around 4 hours 50 minutes up and 3 hours 35 minutes down. Total distance is 46 kilometer. Number of stations 10. Rack and pinion system runs 19.50 kilometers. Total number of curve 209. Number of tunnels 16. Number of bridges 250. അംബാനി ശ്രദ്ധിക്ക് നമ്മുടെ സ്റ്റീം എഞ്ചിൻ തള്ളി കയറി വരുന്ന കണ്ട. ഈ യാത്രയ്ക്ക് കുറച്ചു ദിവസം മുമ്പുണ്ടായ കാറ്റിലും മഴയിലും ട്രാക്കിലേക്ക് മണ്ണിടിഞ്ഞു വീഴുകയും മരങ്ങൾ മറിഞ്ഞു വീഴുകയൊക്കെ ചെയ്തതിന്റെ ബാക്കി പത്രം നമുക്ക് യാത്രയിലുടനീളം കാണാൻ സാധിക്കും. നമ്മളുടെ ഈ യാത്രയിലുടനീളം ഇതുപോലുള്ള 16 ടണൽസുകളാണുള്ളത്. ബ്രിട്ടീഷുകാർ ഊട്ടിയെ ഒരു സുഖവാസ കേന്ദ്രം മാത്രമായല്ല കണ്ടിരുന്നത്, തേയില ഉൽപാദനത്തിന്റെ ഒരു കേന്ദ്രം കൂടിയായി അവർ ഊട്ടിയെ കണ്ടിരുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ മൗണ്ടൻ റെയിൽവേ. ഈ റെയിൽവേയിലൂടെ ചരക്കുകൾ ഊട്ടിയിൽ നിന്നും തൂത്തുക്കുടി തുറമുഖത്തേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ് പ്രധാനമായും ഈ റെയിൽവേ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഊട്ടിയിലെ ചെങ്കുത്തായ കയറ്റങ്ങൾ കയറുന്നതിന് വേണ്ടി സ്വിറ്റ്സർലൻഡിൽ നിന്നും ഇറക്കുമതി ചെയ്ത സ്റ്റീം എഞ്ചിനാണ് നമ്മൾ ഈ കാണുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇഗ്ലൂ സ്റ്റേഷനിലാണ്. അവിടെ സ്റ്റീം എഞ്ചിന് വെള്ളം നിറച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഈ കാണുന്നതാണ് ബൈറ്റിംഗ് ടീത്ത് റാക്ക് ആൻഡ് പിനിയൻ സിസ്റ്റം. കല്ലാർ സ്റ്റേഷൻ മുതൽ കൂനൂർ വരെയുള്ള ചെങ്കുത്തായ പാതയിൽ ട്രെയിനിന് ഗ്രിപ്പോടുകൂടി മോഡിലേക്ക് കയറി പോകാൻ വേണ്ടിയാണ് ഈ ബൈറ്റിംഗ് ടീത്ത് ട്രാക്ക് ആൻഡ് പിനിയൻ സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇത് കാണുമ്പോഴറിയാം, ട്രെയിൻ എഞ്ചിനടിയിൽ ഇതുപോലൊരു പൽചക്രവും അതിന്റെ ഒരു പാത ഇപ്പോൾ ഈ ട്രാക്കിലുടനീളം കല്ലാർ മുതൽ കൂനൂർ വരെ നമുക്ക് കാണാൻ സാധിക്കും. ഈ സ്റ്റേഷനുകളുടെ ഇടയിലാണ് ചെങ്കുത്തായ കയറ്റം ഈ ട്രെയിൻ കയറുന്നത്. ഇതിന്റെ എഞ്ചിൻ സ്റ്റീം എഞ്ചിനാണ് എന്ന് കൂടി പ്രത്യേകം പറയേണ്ടതാണ്. കൂനൂർ ടു ഊട്ടി എന്ന് പറയുന്നത് ഒരു അല്പം കയറ്റം ഉണ്ടെങ്കിലും ചെങ്കുത്തായ കയറ്റങ്ങളല്ല, അത് ഡീസൽ എഞ്ചിനാണ് വലിച്ചുകൊണ്ട് പോകുന്നത്. പക്ഷെ ഈ ഒരു പ്രത്യേക പാത എഞ്ചിൻ തള്ളിക്കയറ്റുകയാണ് ചെയ്യുന്നത്. പുറകിൽ നിന്ന് ട്രെയിൻ ബോഗികളെ തള്ളിക്കയറ്റുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഗ്രിപ്പ് കിട്ടാൻ വേണ്ടി, കയറ്റത്തിൽ താഴേക്ക് ഇറങ്ങാതെ ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയാണ് റാക്ക് ആൻഡ് പീനിയൻ സിസ്റ്റം, ബൈറ്റിംഗ് ടീത്ത് റാക്ക് ആൻഡ് പീനിയൻ സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്.
പ്രകൃതിയുടെ അഭൗമമായ സൗന്ദര്യത്തിലേക്ക് തുറന്നിട്ട വാതിലാണ് റെഡിമെയ്ഡ് റെയിൽവേ സ്റ്റേഷൻ എന്ന് ഞാൻ പറയും. കാരണം ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും മനോഹരമായ റെയിൽവേ സ്റ്റേഷൻ റെഡിമെയ്ഡാണ്. നമ്മുടെ മുതലമടയേക്കാളും നിലമ്പൂരിനേക്കാളും പ്രകൃതി സൗന്ദര്യം കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ് റെഡിമെയ്ഡ്. ഒരിടത്ത് താഴ്വരയുണ്ട്, ഒഴുകുന്ന പുഴയുണ്ട്, കോടമഞ്ഞുണ്ട്, തേയിലത്തോട്ടങ്ങളുണ്ട്, മറുവശത്ത് അഗാധമായ മലനിരകളും കൊക്കകളുമുണ്ട്. പിന്നെ പിന്നെ നമ്മുടെ സ്റ്റീം എഞ്ചിനുണ്ട്. ഈ റെയിൽവേ കടന്നു പോകുന്ന ബ്രിഡ്ജസ് ഉണ്ട്. ഈ ബ്രിഡ്ജിൽ നിന്ന് നോക്കിയാൽ കാണുന്ന വെള്ളച്ചാട്ടമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, ഇത്രയും മനോഹരമായ റെയിൽവേ സ്റ്റേഷൻ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഈ യാത്രകളിൽ ഒരിക്കലും കണ്ടിട്ടില്ല. അതുപോലെ തന്നെ മനുഷ്യവാസം വളരെ കുറവുള്ള ഒരു പ്രദേശത്തോടു കൂടിയാണ് ഈ റെയിൽവേ ലൈൻ കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ പ്രകൃതിയെ അതിൻ്റെ യഥാർത്ഥ മനോഹാരിതയിൽ നമുക്ക് ഈ ട്രെയിനിലിരുന്ന് ആസ്വദിക്കാൻ സാധിക്കും. സ്റ്റീം എഞ്ചിനാണെങ്കിൽ 20 കിലോമീറ്ററാണ് അതിൻ്റെ പരമാവധി വേഗം. 10 മുതൽ 30 കിലോമീറ്റർ വേഗത്തിലാണ് സ്റ്റീം എഞ്ചിൻ, ഇതിനിടയിലാണ് സ്റ്റീം എഞ്ചിൻ യാത്ര ചെയ്യുന്നത്. അതുപോലെ ഡീസൽ എഞ്ചിനാവുമ്പോൾ അല്പം വേഗത കൂടുതലാണ്, 40 കിലോമീറ്ററോളം വേഗത്തിലാണ് സഞ്ചരിക്കുക. എന്നാൽ പോലും നമുക്ക് പ്രകൃതിയെ കണ്ടറിഞ്ഞ് പ്രകൃതിയുടെ ഉള്ളറകളിലൂടെ യാത്ര ചെയ്യാൻ ഇതുപോലൊരു റെയിൽവേ ലൈനിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് വീണ്ടും പറയുന്നത്, യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം പിടിക്കാൻ ഊട്ടി റെയിൽവേ ഇടം പിടിക്കാൻ കാരണങ്ങളിലൊന്ന് അതുതന്നെയാണ്.
ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ട്രെയിൻ ടിക്കറ്റ് ബുക്കിങ്ങുമായി ബന്ധപ്പെട്ട് ഒരിക്കൽ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നതാണ്, പിന്നീട് ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. അപ്പോൾ നമുക്ക് ട്രെയിൻ ടിക്കറ്റ് ബുക്കിങ്ങിനെ കുറിച്ച്, ട്രെയിനിലേക്ക് എങ്ങനെ ടിക്കറ്റ് ബുക്ക് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. IRCTCയുടെ സൈറ്റ് വഴിയും മറ്റ് ആപ്പുകൾ വഴിയും, പ്രൈവറ്റ് ആപ്പുകൾ വഴിയും നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാം. ഏകദേശം ഒരു 3 മാസം മുന്നിൽ കണ്ട് വേണം ബുക്ക് ചെയ്യാൻ. കാരണം ബാക്കി ബുക്കിംഗ് എല്ലാം ക്ലോസ്ഡ് ആയിരിക്കും, അപൂർവമായി മാത്രമേ കിട്ടാറുള്ളൂ. അതുപോലെ തന്നെ ക്യാൻസലേഷനും ഇതിൽ ചില സമയത്ത് വളരെ കുറവായിട്ടാണ് നമ്മൾ കാണപ്പെടുന്നത്. പിന്നീട് ഇത് 2 തരം, ഒരു ലോക്കൽ കോച്ച് എന്ന് പറയുന്ന ഒരു ജനറൽ കോച്ചും അല്പം പ്രീമിയം ആയിട്ടുള്ള കോച്ചും ഉണ്ട്. ഇപ്പോൾ നമ്മുടെ പ്രൈസ് എത്രയെന്ന് പറഞ്ഞാൽ 295 രൂപയുടെ ടിക്കറ്റാണ് ജനറൽ കോച്ചിന് വരുന്നത്. പിന്നെ 600 രൂപ ടിക്കറ്റാണ് അല്പം പ്രീമിയം ആയിട്ടുള്ള ഒരു കോച്ച് വരുന്നത്. അതിനെക്കുറിച്ച് എന്താണ് പറയേണ്ടതല്ല, ക്ലാസ് ഫസ്റ്റ് ക്ലാസ് ആണോ സെക്കൻഡ് ക്ലാസ് ആണെന്ന് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റില്ല. എങ്കിലും കുറച്ചുകൂടി സൗകര്യങ്ങളാണ് ഈ പ്രീമിയം കോച്ചിലുള്ളത്. പ്രധാനമായിട്ടും 2 ട്രെയിനുകളാണ് ഈ റൂട്ടിൽ ഓടുന്നത്. മേട്ടുപ്പാളയം ടു ഉദകമണ്ഡലം, അതായത് ഊട്ടി റൂട്ടിൽ ഓടുന്നത്. ഒരു ജനറൽ ട്രെയിൻ, അതായത് എല്ലാ ദിവസവും ഓടുന്ന ഒരു റെഗുലർ ട്രെയിനും പിന്നീട് ഒരു സ്പെഷ്യൽ ട്രെയിനായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ബോഗിയുടെ പ്രൈസ് വളരെ കൂടുതലാണ്. 1000 രൂപയ്ക്ക് മുകളിലാണ് അതിൽ പ്രൈസ് വരുന്നത് ഒരു സീറ്റിന്. പിന്നീട് ഈ ട്രെയിൻ ക്യാൻസൽ ആവാനുള്ള സാധ്യതകൾ, മഴ, മണ്ണിടിച്ചിൽ അതുപോലെ ഉണ്ടാവുന്ന സമയത്ത് ട്രെയിൻ സ്വാഭാവികമായിട്ടും ക്യാൻസൽ ആയി പോവാറുണ്ട്. ഞാനും ഇതുപോലെ 3 മാസം മുൻകൂട്ടി ബുക്ക് ചെയ്തതാണ്. പക്ഷെ ഒരു മണ്ണിടിച്ചിലും അതുപോലെ തന്നെ കനത്ത മഴയെ കാരണം മണ്ണിടിച്ചിലും ട്രാക്കിലേക്ക് മണ്ണും മരങ്ങളൊക്കെ വീണത് കാരണം യാത്ര ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. പിന്നീട് വീണ്ടും ബുക്ക് ചെയ്തപ്പോഴാണ് ടിക്കറ്റ് ഓക്കെ ആയത്. അപ്പോൾ നമ്മൾ ഈ യാത്രയിൽ ഉടനീളം കാണാം, അതിന്റെ വശങ്ങളിലേക്ക് കല്ലും മണ്ണും അതുപോലെ മരങ്ങളും വീണ് അത് മുറിച്ചു മാറ്റിയതും മണ്ണ് കോരി മാറ്റിയതൊക്കെ നമുക്ക് യാത്രയിൽ ഉടനീളം നോക്കിയാൽ കാണാൻ സാധിക്കും.
അടുത്തതായി കൂനൂർ സ്റ്റേഷനാണ്. കൂനൂർ സ്റ്റേഷന് പ്രത്യേകതയുണ്ട്. ഇവിടെ നിന്ന് റെഗുലറായിട്ട് ട്രെയിൻ സർവീസ് ഒരു മണിക്കൂർ 1-2 മണിക്കൂർ ഇടവിട്ട് ഊട്ടിയിലേക്ക് ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ ഈ റെയിൽവേ സ്റ്റേഷൻ വളരെയധികം തിരക്കാണ് നമുക്ക് കാണാൻ സാധിക്കുക. അതുപോലെ തന്നെ റെയിൽവേയുടെ അറ്റകുറ്റപ്പണി നടത്തുന്ന ഈ ഒരു ട്രെയിനിൻ്റെ സ്റ്റീം എഞ്ചിൻ്റെ അല്ല, ഡീസൽ എഞ്ചിൻ്റെയും അറ്റകുറ്റപ്പണി നടത്തുന്ന ഒരു യാർഡ് കൂടി ഇവിടെയുണ്ട്. അതുകൂടാതെ തന്നെ നമുക്ക് ഇവിടെ അരമണിക്കൂർ ഹാൾട്ടാണ് ഈ ട്രെയിനിനുള്ളത്. ഇവിടെ വെച്ച് സ്റ്റീം എഞ്ചിൻ മാറി ഡീസൽ എഞ്ചിൻ യോജിപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അരമണിക്കൂറിന് ശേഷം ട്രെയിൻ ഇവിടെ നിന്ന് പുറപ്പെടും. അത്യാവശ്യം സ്നാക്സും കുടിക്കാനുള്ള വെള്ളം തുടങ്ങിയ സൗകര്യങ്ങളെല്ലാം ഇവിടെ ലഭ്യമാണ്. കൂനൂർ ശരിക്കും ഒരു റെയിൽവേയുടെ സ്റ്റീം എഞ്ചിൻ മാറി ഡീസൽ എഞ്ചിനിലേക്ക് സ്റ്റീം എഞ്ചിനിൽ നിന്ന് മാറുന്ന ഒരു സ്റ്റേഷനാണ്. അടുത്തത് അറവങ്കാട് സ്റ്റേഷനാണ്. ഇതും അത്യാവശ്യം ഒരു റോഡിന് സമാന്തരമായിട്ടുള്ളൊരു റെയിൽവേ സ്റ്റേഷനാണ്. പക്ഷേ ഇവിടെ സ്റ്റോപ്പില്ല ഈ ട്രെയിനിന്. നമ്മുടെ നാട്ടിൽ കണ്ടതിൽ നിന്ന് വളരെ വിഭിന്നമായ ഒരു പ്രകൃതിയാണ് നമുക്ക് ഊട്ടി ഒരുക്കി തരുന്നത്. ഒരു വശത്ത് കൂനൂർ വരെ കൊടും കാടിനുള്ളിലൂടെയാണ് യാത്രയെങ്കിൽ
അതിനുശേഷം തേയിലത്തോട്ടങ്ങൾ ഒരു വശത്ത് കാണാൻ സാധിക്കും. ഇതുപോലെ യൂക്കാലിപ്റ്റസ് പ്ലാന്റേഷൻ കാണാൻ സാധിക്കും. ഇത് ഈ യൂക്കാലിപ്റ്റസ് മരങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന കാടിനുള്ളിലൂടെയുള്ള യാത്ര വളരെ മനോഹരമാണ്. ഒപ്പം നമുക്ക് ഈ യാത്രയിൽ കാണാൻ സാധിക്കും വലിയ ഉയർന്നു നിൽക്കുന്ന വലിയ യൂക്കാലിപ്റ്റസ് മരങ്ങൾ. ഒരു ചെങ്കുത്തായ ചെരുവുകളാണ്, കയറ്റവും ചെരുവുമുള്ള പ്രദേശത്താണ് യൂക്കാലിപ്റ്റസ് മരങ്ങൾ വെച്ചുപിടിപ്പിച്ചിട്ടുള്ളത് ബ്രിട്ടീഷുകാരുടെ കാലത്ത്. അതുകൂടാതെ തന്നെ യൂക്കാലിപ്റ്റസിൻ്റെ ഇലകളെല്ലാം പൊഴിഞ്ഞു വീണ് വളരെ ഉയരത്തിൽ അവിടെ നിറഞ്ഞു കിടക്കുന്നത് കാണാം. യാത്ര ചെയ്യുമ്പോൾ ചെറിയ ചാറ്റൽ മഴയും മറ്റും ഒക്കെ സാധാരണയായിട്ട് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ യൂക്കാലിപ്റ്റസ് ഇലകളിൽ നിന്നുള്ളൊരു മണം നമ്മുടെ മൂക്കിലേക്ക് ഒരു ഗന്ധം കയറി വരും. ശരിക്കും ഒരു വല്ലാത്തൊരു ഫീലാണത്.
നമ്മൾ മലയാള സിനിമകളിലും അതുപോലെ തമിഴ് സിനിമകളിലൊക്കെ വളരെയധികം കണ്ട് സുപരിചിതമായ റെയിൽവേ സ്റ്റേഷനാണ് ലൗഡയിൽ. ആ ലൗഡയിൽ സ്റ്റേഷനിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. ലൗഡയിൽ കഴിഞ്ഞാൽ അടുത്ത സ്റ്റേഷൻ ഉദകമണ്ഡലമാണ്, അതായത് ഊട്ടിയാണ്. അപ്പോൾ നമ്മൾ ഊട്ടിയോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഊട്ടി ലേക്കാണ് നമ്മളിനി കാണാൻ പോകുന്നത്. ദേ ദേ ഈ കാണുന്നതാണ് ഊട്ടി ലേക്ക്. ഊട്ടി ബസ് സ്റ്റാൻഡാണ് ഈ കാണുന്നത്. നമ്മൾ കോയമ്പത്തൂരിൽ നിന്ന് ബസ്സിൽ വരികയാണെങ്കിൽ ഈ ബസ് സ്റ്റാൻഡിലാണ് ഇറങ്ങുക. റെയിൽവേ സ്റ്റേഷനും ബസ് സ്റ്റാൻഡും തമ്മിൽ വളരെ അടുത്ത് തന്നെയാണ്. അങ്ങനെ നമ്മൾ ഊട്ടി റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഉദകമണ്ഡലം റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. മേട്ടുപ്പാളയത്ത് നിന്ന് 46 കിലോമീറ്റർ ടോയ് ട്രെയിനിൽ സഞ്ചരിച്ച്, യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ട്രെയിനിൽ സഞ്ചരിച്ച് നമ്മൾ ഉദകമണ്ഡലം റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുന്നു. എന്നോടൊപ്പം വേഗം വരിക. ഊട്ടി റെയിൽവേ സ്റ്റേഷനിലെ കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് ഒരുപാട് സമയമൊന്നുമില്ല. തിരിച്ച് ഇതേ ട്രെയിനിൽ തന്നെ തിരിച്ചു മേട്ടുപ്പാളയത്തേക്ക് പോകണം. അപ്പോൾ ഊട്ടി റെയിൽവേ സ്റ്റേഷനിലുള്ള കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അവിടെ ഒരു ട്രെയിനിൻ്റെ എഞ്ചിൻ നിർത്തിയിട്ടുണ്ട്. പഴയ പുലിയാണെന്ന് തോന്നുന്നു. നമുക്ക് അവനെ ഒന്ന് പരിചയപ്പെടാം. പിന്നെ ഇവിടെ റെയിൽവേ മ്യൂസിയം ഉണ്ട്, അവിടേക്കും പോവാം.
നോക്കൂ, ഈ ഒരു ട്രെയിൻ എഞ്ചിനെ ഊട്ടി റെയിൽവേ സ്റ്റേഷനിൽ ചരിത്രത്തിന്റെ ഓർമ്മപ്പെടുത്തൽ എന്ന പോലെ, ചരിത്രത്തിന്റെ സ്മാരകം എന്ന പോലെ പ്രദർശിപ്പിച്ച് നിർത്തിയിട്ടുണ്ട്. ഒരു പക്ഷേ ഈ ട്രെയിൻ എഞ്ചിനാവാം വർഷങ്ങൾക്ക് മുമ്പ് ദുർഘടമായ ഈ പാതയിലൂടെ ഓടിക്കിതച്ച് വന്ന് ജനങ്ങളെ ഊട്ടിയിലേക്കും മേട്ടുപ്പാളയത്തും കൊണ്ട് എത്തിച്ചത്. അതുപോലെ തന്നെ ചരക്ക് ഗതാഗതം നടത്തിയതെല്ലാം ഒരുപക്ഷെ ഈ ട്രെയിൻ എഞ്ചിനാവാം. അതുകൊണ്ടാവാം ഇന്ത്യൻ റെയിൽവേ ഈ എഞ്ചിന് അർഹിക്കുന്ന പരിഗണന നൽകി ഇവിടെ ചരിത്രത്തിന്റെ സ്മരണിക എന്ന രീതിയിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ദേ, ഈ കാണുന്നതാണ് ഊട്ടി റെയിൽവേ മ്യൂസിയം. അത്ര വലുതല്ലെങ്കിലും ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്ന വസ്തുക്കൾക്ക് വളരെ മൂല്യമേറിയ വസ്തുക്കളാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. ആദ്യം പോകുമ്പോൾ കാണുന്നത് ബൈറ്റിംഗ് ടീത്ത് റാക്ക് ആൻഡ് പിനിയൻ സിസ്റ്റമാണ്. പിന്നീട് പണ്ടുകാലത്ത് ഉപയോഗിച്ച ഓരോ വസ്തുക്കളും ഇവിടെയുണ്ട്, അതുപോലെ തന്നെയുണ്ട്. അതുപോലെ ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം. അതിലേറെ അഭിമാനം തോന്നിയത് ഈ റെയിൽവേ സ്റ്റാർട്ട് ചെയ്യുന്നത് കാലത്ത് അത് പാലക്കാട് ഡിവിഷന് കീഴിലായിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഒരു ചിത്രം അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ വളരെയധികം ഒരുപാട് പിക്ചേഴ്സ്, അന്നത്തെ കാലത്തെ ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണെങ്കിലും പിക്ചേഴ്സ് ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അന്ന് ഉപയോഗിച്ച റെയിൽവേക്ക് ഉപയോഗിച്ച ഉപകരണങ്ങളുമുണ്ട്. എല്ലാം നമുക്ക് നോക്കിക്കാണാം.
ഇൻഡിജിനസ് ട്രാവലർ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുന്നു. കൂടുതൽ വീഡിയോയുമായി പിന്നീട് കാണാം. ഗുഡ് ബൈ.